ഹായ് ഹലോ. ഇന്ന് ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. ഇന്നലെ ഭയങ്കര കാറ്റും മഴയും ഇടിവിട്ടും മിന്നലൊക്കെ ആയിരുന്നു. ഒരുപാട് എന്താ പറയുക, മരങ്ങളും ഒരുപാട് സാധനങ്ങൾ വീണു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ എവിടെയായിരുന്നു, ഡാൻസ് ക്ലാസ്സിലായിരുന്നു കേട്ടോ മോളുടെ. അപ്പോൾ ഡാൻസ് കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ച്. ഭയങ്കര കാറ്റും മഴ. കാറ്റെന്ന് പറഞ്ഞാൽ പോരെ, എന്താ കൊടുങ്കാറ്റ്, ആ ഒരു രീതിയിലുള്ളൊരു ആ ഒരു രീതിയിലുള്ള കാറ്റായിരുന്നു കേട്ടോ. പേടിച്ചു പോയി. മഴയാണെങ്കിൽ ഇടിവെട്ടും മിന്നലെല്ലാം ഒരുമിച്ചായിരുന്നേ. വേനൽ മഴ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ശക്തമായിട്ട് ഞാൻ ഇന്നലെ കാണാം. സാറ്റർഡേ ആയിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ചെറിയ ഈ വശത്തുള്ളത് മാത്രം കാണാം. കുറേ സ്ഥലത്ത് ഈ മേൽക്കൂരയൊക്കെ പറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ കറണ്ട് ഇന്നലെ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഒരുപാട് മരങ്ങൾ വീണിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് വീണു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടുത്തെ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഇന്നലെ അവിടുത്തെ ആ ഒരു കാറ്റൊക്കെ ശരിക്കും ഡയറക്റ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അത്ര വലിയൊരു കാറ്റായിരുന്നു. പക്ഷേ നമുക്ക് മൊബൈലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കാറ്റടിയും വെള്ളം മുഴുവൻ നമ്മുടെ മേത്തോട്ടും അതുപോലെ പേടിയായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ജാതിയൊക്കെ ആയിട്ട് അത് കടപുഴകി വീണേക്കണതാണ്. ഞങ്ങൾ വരുമ്പോഴത്തേനും ഇതൊക്കെ രാവിലെ തന്നെ അവർ വെട്ടി മാറ്റി കേട്ടോ. ഒരുപാട് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ അത് ആകെ നാശമായി കിടക്കുമായിരുന്നു. അവരപ്പോൾ തന്നെ അത് 2 ബംഗാളികളെ കൊണ്ടുവന്നു അതൊക്കെ വെട്ടി മാറ്റി കേട്ടോ. അത് കണ്ടോ, ജാതിയൊക്കെ വീഴാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ. അത്രയും വലിയൊരു ശക്തമായ കാറ്റായിരുന്നു കേട്ടോ. പേടിച്ച് പോയി സത്യം പറഞ്ഞാൽ. നമ്മളെയൊക്കെ പൊക്കിക്കൊണ്ടു പോകുമെന്ന് വിചാരിച്ചു. അത്ര വലിയ കാറ്റും മഴയും ഇടിവെട്ടും മിന്നലെല്ലാം കൂടി ഒരുമിച്ച് 10-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മഴയും കാറ്റും നിൽക്കാണ്ട് ആ ഒരു സമയം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പരിസരം മാത്രം കാണിക്കണുള്ളൂ. നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോയി എടുക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ. ഇതുകൊണ്ട് കുറേ അടയ്ക്കാൻ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്തോരം ജാതിക്കയൊക്കെ പോയി കിടക്കണ. കുറേയൊക്കെ വെട്ടി മാറ്റിയ ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത്. കുറേയൊക്കെ ക്ലീൻ ചെയ്തു. കാലത്ത് തന്നെ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ എന്താ പറയുക, അത് ക്ലീൻ ചെയ്യണേക്കാൾ മുമ്പ് എടുക്കണമായിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, വൈകിപ്പോയി. വീഡിയോ എടുക്കണം എന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ലായിരുന്നു. കണ്ടപ്പോൾ പിന്നെ ഞാൻ പിന്നീട് ചിന്തിച്ചത് വീഡിയോ എടുത്താലോ എന്ന്. ഇവിടെ കണ്ടോ, ഇത് തെങ്ങും പന ഒരുമിച്ച് വീണോ. വലിയ മരങ്ങളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഇത് കമ്പിമഴ വീണേക്കണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കറണ്ടൊന്നുമില്ല. ഇവിടെയും വേറെ അപ്പുറത്തെ വീട്ടിലും അതെ, എന്താ പറയുക, കമ്പിമ വീണിട്ട് കറണ്ട് വരണമെങ്കിൽ ഇതൊക്കെ മുറിച്ച് മാറ്റി. ഇപ്പം തന്നെ ഉച്ചയായി കേട്ടോ. ഇനി എപ്പോഴാണ് നമുക്ക് കറണ്ട് വരുമോ എന്ന് പോലും അറിയില്ല. വെള്ളമില്ല, ഒന്നുമില്ല. ഇൻവെർട്ടറിൻ്റെ ചാർജൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ, വെള്ളമില്ലാണ്ട്. സംഭവങ്ങളെല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്ര വലിയൊരു കാറ്റും മഴയായിരുന്നു. കാറ്റും ഇടിവെട്ടും നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ കണ്ടു നിന്നവർക്ക് അറിയാം ഇതിൻ്റെ ഒരു എന്താ പറയുക ആഘാതം. അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല കേട്ടോ. അതിവിടെ കാണുമ്പോൾ അറിയാം. കുറേ ജാതിയുടെയൊക്കെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞൊടിഞ്ഞ് വീണിട്ട് ഒരുപാട് പ്രാവശ്യത്തെ കാറ്റും മഴയിൽ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ കുറച്ച് പേടിയുണ്ട്. അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അവിടുന്ന് പനയൊക്കെ നമ്മുടെ അടയ്ക്കാമരമൊക്കെ വീണ് കിടക്കണം. കുറേ അടയ്ക്കാമരം പോയിട്ടുണ്ട്. അതുപോലെ ജാതിയുടെ കടയൊക്കെ എന്താ പറയുക, കടയോടുകൂടി പോകാമെന്ന് പറയുന്നത് നിസ്സാരമല്ല. അത്രയും വലിയ കാറ്റായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ച് പോയി. അത്രയും നമ്മൾ വിചാരിച്ച് നമ്മുടെ വീടൊക്കെ അങ്ങോട്ട് പറന്നു പോകുന്നു. അത്രയും വലിയ കാറ്റായിരുന്നു. ഇനി അങ്ങോട്ട് പോകാൻ പേടിയുണ്ട് കേട്ടോ. പറമ്പൊക്കെ ആയതുകൊണ്ട്, നമ്മുടെ പാമ്പിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ എടുക്കണുള്ളൂ, പേടിച്ചിട്ട്. ഈ ജാതിയാട്ടോ, ഈ ജാതിയുടെ മുകൾവശം
ഒടിഞ്ഞ് വീണാണത്. ഇത് മുറ്റത്താട്ട കിടക്കണത്. നല്ലൊരു വശം പോയി കേട്ടോ. 2-3 കൊമ്പായിട്ട് അങ്ങോട്ട് തോന്നുന്നു ഒടിഞ്ഞ് വീണത്. നല്ല ജാതിയായിരുന്നു തോന്നുന്നു. അത്യാവശ്യം കായൊക്കെ ജാതിയാണിത്. കായൊക്കെ ഇത് കണ്ടോ നടക്കുന്നത്. പിന്നെ മൾബറിയൊക്കെ ഇതേ അങ്ങോട്ട് അതൊക്കെ ഒടിഞ്ഞു തോന്നുന്നു. ഒടിഞ്ഞിട്ടില്ല, ചാരിപ്പോയി. അത് ഇത്രയും സംഭവിച്ചുള്ളൂ എന്ന് വിചാരിക്കാം. ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാവേ. ഓലമെടലൊക്കെ വീണ് സാധാരണ അതൊക്കെ മാറ്റിയിട്ട് കുറേയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഒറ്റയൊക്കെ കിടക്കണ കോല കേട്ടോ. ഒരുപാട് എല്ലാം ഇവിടെ ഉള്ള മാങ്ങ മുഴുവൻ താഴെ വീണ്. മാങ്ങ വീണുള്ളൂന്ന് പറയാം. വാഴ അവിടുത്തെ വാഴയൊക്കെ ഒടിഞ്ഞ് വീണ്. കാണുന്നുണ്ടോയെന്നറിയില്ല. കാറ്റത്തുള്ള കണ്ടോ ഒരുപാട് എല്ലാം അങ്ങോട്ട് ആ മുറ്റമൊക്കെ നാശമായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മളത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കല്ലേ. ഇതൊക്കെ ഒന്നുമല്ല, അപ്പുറത്തൊക്കെ ഉണ്ട്. പറമ്പിലൊക്കെ വീണെടുത്തത് കേട്ടോ മരങ്ങൾ. നമുക്കത് അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ, പേടിയാണ് പാമ്പിൻ്റെ. മരങ്ങളൊക്കെ വീണ് കിടക്കുക കേട്ടോ. മരങ്ങളൊക്കെ വീണു. ഇതൊക്കെ എപ്പോഴും കറണ്ട് വരിക എന്നറിയില്ല കേട്ടോ. പ്ലാവിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒടിഞ്ഞ് വീണ കേട്ടോ. നല്ല പ്ലാവായിരുന്നു. ഒരുവിധം ചക്കകളൊക്കെ അതിൽ നിന്ന് നശിച്ചു പോയെന്ന് പറയാം. രാവിലെ തന്നെ അവർ ക്ലീൻ ചെയ്തു കേട്ടോ. ഒക്കെ വെട്ടി മാറ്റി ഒരുവിധം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒടിഞ്ഞു വീണയിൽ നിന്നുള്ള ചക്കകളാണ് ഇത്രയും. ഈ ഭാഗത്ത് മാത്രമല്ല കേട്ടോ, ഞാൻ ഇത് മാത്രം കാണിച്ചുള്ളൂ. അപ്പുറത്തൊക്കെ കുറേ പ്ലാവുകളുണ്ട്. അതിൽ നിന്നൊക്കെ ചക്കകൾ ഇങ്ങനെ വീണ് കിടക്കണം കാണാം. മാക്സിമം അവർ അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ മെയിൻ പണി ഇതൊക്കെയായിരുന്നു. കാരണം അത്രമാത്രം പേടിച്ച് പോയിട്ടുണ്ട് ഞങ്ങളിവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷം കേട്ടോ അവിടെയൊക്കെ എടുത്തത് വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് 10-20 പോസ്റ്റൊക്കെ എന്താ പറയുക വീണല്ല. ഞങ്ങൾക്കിപ്പോൾ 2 ദിവസമായിട്ട് കറണ്ടില്ല, വെള്ളമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.